ഹലോ, ഹലോ, ഹലോ കേൾക്കാവോ? സോറി ഗയ്സ് മൈക്ക് പ്രശ്നം. എടാ ബ്രാവോ ഉറക്കമാന്ന് തോന്നുന്നു. ഞങ്ങൾ രാവിലെ വരെ ഉണ്ടായിരുന്നു. ഉറക്കമായി. കുറച്ച് നേരമായുള്ളൂ ഞാൻ എണീറ്റിട്ട്. ഇപ്പം ഞാൻ ലൈവ് വന്ന് വേറൊന്നുമല്ല ഗയ്സ്. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ മെസ്സേജ് അയക്കാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ലൈവ് വന്ന് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ എന്താണ് നടക്കുന്നതെന്നുള്ള ഐഡിയ ഇല്ലാതിരിക്കും. എന്താണ് സംഭവം എന്നുള്ളത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ വൈകിട്ട് നമ്മുടെ സെറ്റി ടെർമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാം നമ്മൾ എന്താ പറയണ്ടേ? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ ഹസ്ര. ഇപ്പൊ സിമ്പിളായിട്ട് ഞാനൊരു പറയണ്ടേ? കാര്യം പറയാം. അതായത് നമ്മള് 5M അതായത് റോക്ക് സ്റ്റാറിന്റെ റൂൾസ് വയലേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമുക്ക് ടെർമിനേഷൻ കിട്ടിയത്. നമ്മളതിന് അപ്പീലിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പീലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അറിയാൻ സാധിച്ച കാര്യം എന്ന് പറയുന്നത് ഈ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. സാധാരണ 5Mന്റെ ഒരു ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ അവരുടെ പോളിസി പ്രകാരം അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 14 ഡേയ്സ് സസ്പെൻഷനാണ് സാധാരണ അവർ കൊടുക്കാറുള്ളത്. ചില കാര്യങ്ങൾക്ക് മാത്രമേ അവർ ഡയറക്റ്റ് ടെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മുടെ സിറ്റിയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർ ഡയറക്റ്റ് ടെർമിനേറ്റ് ചെയ്തത്. അത് പെട്ടെന്നുള്ള ഉണ്ടായത് ഇതൊന്നും ആയിരിക്കില്ല. അവർക്ക് കംപ്ലയിന്റ് ചെയ്യുന്നു. അവർ കറക്റ്റായിട്ട് അത് വാലിഡേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ടെർമിനേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ അവർ വാലിഡേറ്റ് ചെയ്തിട്ടാണ് ടെർമിനേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അതിനകത്ത് ഉണ്ടായിരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ചൈൽഡ് അബ്യൂസ് ആണ് അവർ മെയിനായിട്ട് പറയുന്ന കാര്യം. അതായത് ഇതൊരു 18+ ഗെയിം ആയിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ നമുക്ക് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതൊരു 18+ ഗെയിം ആക്കി പ്രോപ്പറായിട്ട് വൈലിസ്റ്റ് 18+ന് മേളിലേക്ക് ആക്കിയായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സൈഡാണ് കിഡ് പെഡ്. ആക്ച്വലി റോക്ക് സ്റ്റാറിന്റെ പോളിസി പ്രകാരം കിഡ് പെഡ് സിറ്റിയിൽ അലോഡ് അല്ല. അതായത് ഇപ്പം സൂര്യബോസ് അല്ലെങ്കിൽ മീനൂട്ടി, ചിന്നു അങ്ങനത്തെ ഉള്ള പെഡൊന്നും സിറ്റിയിൽ ഇട്ടുകൂടാ. പിന്നെ അവരെ ഗൺ ചെയ്യുന്നത്, അവർ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അതുപോലെ ഈ ഫാമിലി ആർപ്പി ഉണ്ടല്ലോ, അച്ഛനമ്മ മക്കൾ, ആ ആർപ്പി ഒന്നും പോസിബിൾ അല്ല. അല്ല, അതുപോലെ ഇത് നമ്മൾ മുന്നേ പറഞ്ഞപ്പോഴും നിങ്ങളൊക്കെ അതെന്താ ചെയ്താലേ അത് നമുക്ക് സർവറിന് അലോ ചെയ്തൂടെ എന്നുള്ള ഇത് ചോദിച്ചു. ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് ഇതാണ്. ഇതിനൊക്കെ ലൂപ്പ് ഉണ്ട്. ആൾക്കാർ അതേപോലെ എന്താ പറയണ്ടേ, റിപ്പോർട്ട് അടിച്ചു, നമുക്ക് പണി കിട്ടി. നമ്മൾ ഓരോ അതല്ല. റൂള് കൊണ്ടുവരുമ്പോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നോ? നമുക്ക് അലോ ചെയ്തൂടെ, ഇന്ന പ്ലേയേഴ്സ് ഉണ്ട്, ഇന്ന പ്ലേയേഴ്സ് ഉണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതേപോലെ തന്നെ 18+ ഗെയിമാണ്. അതായത് 5M റോക്സ്, അതായത് 5Mലേക്ക് 18+ ആണ്. അതിനായിട്ടുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അങ്ങനെ പണി കിട്ടിയതാണ്. അപ്പൊ ഇതും ഈ ചൈൽഡ് മാത്രമല്ല. ഇപ്പം നമ്മൾ സ്കൂൾ ചെയ്യുന്നുണ്ട്, സ്കൂൾ ആർപ്പി, അത് പോസിബിൾ അല്ല. സ്കൂള് അല്ലെങ്കിൽ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് സിറ്റി പാടില്ല. അതുപോലെ ഡേ കെയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു കണ്ടന്റും സിറ്റി പാടില്ല. പിന്നെ സ്റ്റോഴ്സ് സിറ്റി, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അവർ കുറേ കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊന്നാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതാണ് നമ്മുടെ സിറ്റി ടെർമിനേറ്റ് ചെയ്യാനുള്ള കാരണം. നമുക്ക് എന്താണ് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ള ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഇത് അന്വേഷിച്ച് നോക്കി അവിടുത്തെ മോഡറേറ്റേഴ്സായിട്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർവീസും അവർ തിരിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ അപ്പീൽ ചെയ്യുന്നതിന് റെസ്പോണ്ടും ചെയ്യത്തില്ല. പിന്നെ നമ്മൾ വേറെ കുറേ റിസർച്ച് ചെയ്ത് നോക്കി. അതിലെല്ലാം പറയുന്ന കാര്യം സെയിം തന്നെയാണ്. ഇതുവരെ ടെർമിനേറ്റ് ചെയ്ത ഒരു സെർവറും അവർ തിരിച്ച് കൊടുത്തിട്ടില്ല. നമുക്ക് ഏകദേശം എവിടെയോ ഒരു ചെറിയ ഹോപ്പ് ഉണ്ടെന്നല്ലാതെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഇപ്പോഴും നമുക്കൊരു ഉറപ്പുമില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതാണ് എനിക്കും അറിയാത്ത എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പം ഇതിനകത്ത് ഏറ്റവും പ്രശ്നം, ഇപ്പൊ ഏറ്റവും ഞങ്ങളെയൊക്കെ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബ്രാവോയാണ്. കാരണം ഇതിപ്പം ഇത് ആക്ച്വലി ചെറിയൊരു സെർവറായിട്ട് തുടങ്ങിയിട്ട് ഇതിന്റെ ഒരു വളർച്ച കണ്ടിട്ട് ഗ്രാജ്വലി ഇത് വളർന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ കളിക്കുന്ന പ്ലേയേഴ്സിന് അത്രയും യൂണീക്കായിട്ട് നിൽക്കണം, അത്രയും എന്താ പറയുന്നത്, എപ്പോഴും ഭയങ്കര ന്യൂ ലുക്കിൽ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഫീച്ചറിസ്റ്റിക് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ വേറൊരു സെർവർ ഇല്ലാത്ത കാര്യങ്ങൾ വേണമെന്ന് വെച്ചിട്ടാണ് ബ്രാവോ ഇതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പം നമ്മൾ പറയാറുണ്ടായിരുന്നു ബ്രാവോയോട് വേണോ ബ്രാവോ. പക്ഷെ ബ്രാവോയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പം ബ്രാവോയ്ക്ക് എന്താ പറയുക, ഈ സിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാൻ പലപ്പോഴും ബ്രാവിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ബ്രാവോ ഇത്രയും കാശ് ഈടാക്കുന്നത്? നിങ്ങൾ കുറച്ച്, അതായത് ബ്രാവോ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തതിൽ ഒരു ഹെക്ടിക് എമൗണ്ട്, ഒരു വലിയൊരു എമൗണ്ട് ആക്ച്വലി ബിബുവിന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ബിബുവിന്റെ അത്രയും ഗോൾഡ് പണയം വെച്ച് ഇപ്പം ഇന്ന് തിരിച്ച് ഇപ്പം
പറഞ്ഞാൽ ഈ പ്രീമിയംസ് അങ്ങനെയൊക്കെ റിട്ടേൺ കിട്ടുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ സ്ക്രിപ്റ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ തിരിച്ച് നിങ്ങൾ ആ സ്വർണ്ണം എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ് ടൈം ഉണ്ടല്ലോ ആട് ബ്രോ നമുക്ക് ഇനിയും സിറ്റി കുറച്ചുകൂടെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് എടുക്കാം സെറ്റാക്കാന്ന് പറഞ്ഞ് ഇരുന്നതാണ്. പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ പോയി എന്ത് ചെയ്യുന്നു യാതൊരു എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെ ഇത് ഞങ്ങൾ ആക്ച്വലി ബ്രാവയുടെ ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ എറണാകുളം പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. എനിക്കറിയത്തില്ല എന്ത് പറയും എനിക്കറിയത്തില്ല. ബ്രാവോ എനിക്കറിയത്തില്ല. ഞാൻ എന്ത് പറയാനാ ബ്രാവോയോട് ഒന്നും പറയാൻ പറ്റത്തില്ല. കൂടെ നിൽക്കുമെന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും സപ്പോർട്ടാണ് ഇതിലുള്ള നമ്മൾ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ആയാലും ടൈം എഫേർട്ട് ആയാലും അത് നിങ്ങളുടെ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്താണ്. പക്ഷേ നിങ്ങളുടെ നേരത്തുനിന്ന് കിട്ടിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര ഇതാണ്. അത് ബട്ട് അത് പറയാനാ ഹെൽപ്ഫുൾ അല്ല ഇവിടെ. അത് ഹെൽപ്ഫുൾ ഇല്ല അല്ല. അത് ബട്ട് സി നമുക്ക് മെന്റലി നമ്മൾ ചെയ്ത ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് അത്രയും ഇല്ല വലുതായിട്ട് കാണാൻ അത് പറ്റും. സമ്മതിക്കണം കേട്ടോ. അതായത് ഇന്നലെ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ബ്രാവോയ്ക്ക് എനിക്ക് വന്ന കോളിനും മെസ്സേജിനും കൈയും കണക്കില്ല. നമ്മളൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങളൊക്കെ വിചാരിച്ചേക്കുന്ന അപ്പുറമാണ് ഈ ഒരു സിറ്റീനെ എന്താ പറയുക സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. എന്തുമാത്രം അതിൽ എൻ്റെയൊക്കെ DM വന്ന് കുറേ പേര് മെസ്സേജ് ബ്രോ പൈസ വന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതിനും റെഡിയാണ് ബ്രോ സിറ്റി തിരിച്ചു കൊണ്ടുവരണം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി പേര് മെസ്സേജ്. അപ്പം നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ വിഷമമാണ്. ഇപ്പൊ നമ്മൾ 2 വർഷം കൊണ്ടാണ് നമ്മളിത് 2 വർഷം മണ്ടയ്ക്കായി ഇപ്പൊ 2 വർഷം 2 വർഷത്തിന് മേലെ 2 മാസം ഏപ്രിൽ 27 തോന്നുന്നു 27 ഏപ്രിൽ 27 നമുക്ക് സർവീസ് സ്റ്റാർട്ട്. ഇപ്പം ഒരു 2 വർഷം 2-3 മാസമായി. ആക്ച്വലി ഈ 2 വർഷം പോയത് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഡെയിലി രാവിലെ എണീക്കുന്നു, സിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, ലൈവ് ഇടുന്നു, അല്ലെങ്കിൽ അതിന്റെ പേരിൽ കം ബാക്ക് സ്ട്രോങ്. നമുക്ക് തിരിച്ചു വരാനൊക്കെ പോസിബിൾ ആണ്. പക്ഷേ ഞാൻ തിരിച്ച് ഇപ്പൊ നമുക്ക് പുതിയൊരു കീ തുടങ്ങി പുതിയ സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിൽ പ്രശ്നം വെച്ചാൽ നമുക്ക് അത്രയും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. എൻ്റെ ഒരു ഏകദേശ കണക്കാണ്. അത് കറക്റ്റ് എനിക്കറിയില്ല. അറൗണ്ട് ഒരു 20 lakhs അടുത്ത് നമ്മുടെ ഒരു ഐഡിയയിൽ അത്രയും ഉണ്ട്. 20 lakhs എബോവ് കാണും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോലും ഇല്ല. ഒരു 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 പോയിന്റ് വരെയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എത്ര രൂപ ചിലവാക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ചു കൂട്ടി ചെയ്തതിനൊന്നും കൈ കണക്കില്ല. നിങ്ങളൊന്ന് സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് നമ്മുടെ CFC പേജിൽ ഒരു പേജിൽ 25 സ്ക്രിപ്റ്റ്സ് ആണ്. അതിങ്ങനെ 150 to 160 പേജ് ഉണ്ട്. അറൗണ്ട് 3700 to 4000 അടുത്ത് സ്ക്രിപ്റ്റ്സ് നമ്മുടെ കീ മാസ്റ്ററിൽ കിടപ്പുണ്ട്. അത് എല്ലാം നമുക്ക് അറൗണ്ട് ഒരു 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 5K ഒരു to 6K എബോവ് ആണ്. ഏറ്റവും മിനിമം 6K ആണ്. സ്ക്രിപ്റ്റിന്റെ സ്ക്രിപ്റ്റ് വില ഇനി ഒന്നും അതിലേക്ക് ഇറങ്ങിയാലേ സ്ക്രിപ്റ്റ് മനസ്സിലാവത്തുള്ളൂ. അല്ല ഇനി ഓണായിട്ട് റൈറ്റ് ചെയ്ത് സ്റ്റാർട്ടാക്കി കൂടെ പണ്ട് ഗോകു ടിക്കപ്പ് ചെയ്ത പോലെ. അത് സിമ്പിൾ അല്ല. നിങ്ങൾ പറയുന്ന പോലെ പെട്ടെന്ന് ഒരു ഇതിനകത്ത് ഒരു മൊമെന്റിൽ നടക്കുന്ന കേസല്ല അത്. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർ ഒരു ഗൈഡൻസ് കിട്ടണം. നമുക്ക് ഇനി രണ്ടാമത് ഒരു സെർവർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ. അപ്പൊ ഇതിന് സേഫ്റ്റി സൈഡിൽ നമുക്ക് വേണം. പിന്നെ ഇത് പോസിബിൾ ആണോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഒരു കീ പോയി. അത് നമുക്ക് ഇതില്ല. അത് പറ്റൂല. ആ കീ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ കീ വെച്ച് ഇതാക്കാനൊന്നും പറ്റില്ല. ആ കീ റിക്കവർ ചെയ്യാൻ പറ്റുമോ? ഇല്ലടാ. അതായത് അത് ടെർമിനേറ്റഡ് ആണ്. അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കീ പോയി. ആ കീയിലുള്ള അസറ്റ്സും ആ കീയും എല്ലാം ഫുള്ളി പോയി. അത് നീ ഒന്നും ചെയ്യാൻ പറ്റില്ല. കീ ഡമ്മി ആയിട്ട് അവിടെ കിടക്കാം. അതിനകത്തുള്ള എന്താണ് അസറ്റ്സ് ഒക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമെന്നല്ലാതെ അത് യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം ഓപ്പൺ സോഴ്സ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചിലപ്പം യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. മേ ബി വേറെ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് അതിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കത്തില്ല. അതും വിരലെണ്ണാവുന്ന സ്ക്രിപ്റ്റ്സ് ഒക്കെ കാണത്തില്ല. കൂടി പേര് 10-20 എണ്ണം ഒക്കെ കാണുമായിരിക്കും മേ ബി. കാരണം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്ക്രിപ്റ്റ്സിന്റെ ഓപ്പൺ സോഴ്സ് കിട്ടും. അതിന്റെ എസ്ക്രോഡ് വെർഷനും കിട്ടും. എസ്ക്രോഡ് വെർഷൻ വെച്ചാൽ ലോക്ക്ഡ് ആണ്. അതിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാനോ അതിന് കസ്റ്റമൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അത് നമ്മൾ മിക്കതും മേടിക്കുന്ന എല്ലാം എസ്ക്രോഡ് ആയിരിക്കും. കാരണം ഈ എസ്ക്രോഡിന് ഇപ്പോൾ ഒരു എസ്ക്രോഡ് സ്ക്രിപ്റ്റ്സിന് $20 ഉള്ളെങ്കിൽ അതിന്റെ ഓപ്പൺ സോഴ്സ് മേടിക്കണമെങ്കിൽ $90 to $100 കൊടുക്കണം. അപ്പൊ അത്രയും കൂടുതൽ പൈസ കൊടുത്താലേ കിട്ടും. അപ്പൊ നമ്മൾ മിക്കതും എസ്ക്രോഡ് ആയിരിക്കും മേടിക്കുക. ഹലോ പറഞ്ഞോളൂ. ആ ഞാൻ അയച്ചു തരാം. ഇത് കഴിഞ്ഞിട്ടൊന്ന് അയച്ചു തരാം.
ആണോ? ഞാൻ ഇത് അയച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് അയച്ചു. ശരി. ബ്രോ റെസ്പോൺസ് വന്നോ എന്നല്ലേ ചോദിച്ചോളൂ. റെസ്പോൺസ് വന്നില്ല ഗയ്സ്. നമുക്കറിയാൻ കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. നമ്മൾ തിരക്കെടുത്ത് എല്ലായിടത്തും അവർ റെസ്പോണ്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇതുവരെ അങ്ങനെ റെസ്പോണ്ട് ചെയ്ത ചരിത്രം ഇല്ല. സെയിം നെയിം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. എസ്ലാൻറ്റിസ് എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. സെയിം നെയിം യൂസ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അത് നമ്മൾ ബ്രാൻഡാണ് ഇസ്ലാൻഡിസ് എന്നുള്ളത്. അത് പ്രശ്നമില്ല. നമുക്ക് വേറെ സെർവേഴ്സ് തുടങ്ങാം. ഇസ്ലാൻഡിസിന്റെ പേര് വേറെ സെർവറൊക്കെ തുടങ്ങാം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ആ കീ പോയി. അതിൽ തുടങ്ങാനൊന്നും പറ്റൂല. ഈ വേറെ സെർവർ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെ തുടങ്ങും ബ്രോ? ഇപ്പം ഇപ്പം നമുക്ക് പേടിയാണ് ആക്ച്വലി. പേടി മാത്രമല്ല, നമുക്കൊരു ഉറപ്പ് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഇനി പുതിയൊരു സെർവർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 3 to 4 ലക്ഷം രൂപ അടുത്ത് വേണം. കാരണം നമ്മുടെ ഇപ്പം കറന്റ് സിറ്റിയുള്ള എല്ലാ സ്ക്രിപ്റ്റ്സും പർച്ചേസ് ചെയ്യണം. രണ്ടാമത് വീണ്ടും വേറെ കീ. പിന്നെ പാട്രിയോണ്, സബ്സ്ക്രിപ്ഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ഒരു 2 to 3 lakhs കൂട്ടിക്കോ. ഈ 3 lakhs നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ 3 lakhs വീണ്ടും വേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മൾ ബ്ലാങ്ക് ആണ്. എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക എന്നൊന്നും അറിയില്ല. ഇപ്പം അറിയില്ല എന്ത് ചെയ്യുന്നു. ഇല്ല ഇനിയിപ്പോ സെർവർ തുടങ്ങി കിട്ടപ്പെട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. അതേ പറഞ്ഞു, ഇനി പ്രോപ്പർ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് പോലും ലീക്ക്ഡ് യൂസ് ചെയ്തിട്ടില്ല. റോക്ക് സ്റ്റാറിന്റെ അല്ലെങ്കിൽ 5M എല്ലാ പോളിസീസും നമ്മൾ മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് തന്നെയാണ്. അതിൽ എല്ലാ കാര്യങ്ങളും എന്താണ് പറയുന്നത്, ഇപ്പം കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾ യൂസ് ചെയ്യുന്ന സർവീസ് പലതും ഉണ്ട്. ഇപ്പം ഫുഡ് സർവീസ് വരെ കോപ്പിറൈറ്റഡ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നു. എന്നിട്ട് പോലും നമ്മൾ അറൗണ്ട് ഒരു 3 ലക്ഷം രൂപ അടുത്ത് 3 ലക്ഷം രൂപ അടുത്ത് വെഹിക്കിളിന് മാത്രമായിട്ട് നമ്മൾ മുടക്കിയിട്ടുണ്ട്. 3 ലക്ഷം രൂപ ഉണ്ടായി. അതായത് കസ്റ്റം വെഹിക്കിൾസ്, അതായത് ഒരു കോപ്പറേറ്റും ഇല്ലാത്ത വെഹിക്കിൾസ് നമ്മൾ സിറ്റിക്ക് വേണ്ടി. അത്രയൊക്കെ നമ്മൾ എന്താണ് ഇതാക്കിയതിന് ശേഷവും റോക്ക് സ്റ്റാർ ചുമ്മാ എടുത്ത് കളഞ്ഞു. അതാണ് ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. ഒരു കാര്യം ശരിയാണ്. അത് ഇപ്പം ഒരു എൻ്റെ ഒരു തോന്നലിൽ ഇത് വെച്ചിട്ട് ഒരു 35,000 to 40,000 അടുത്ത് 5M സർവീസ് ഉണ്ട് വേൾഡ് വൈഡ് നോക്കുവാണെങ്കിൽ. അതിൽ ടോപ്പ് 100 ഒരു സെർവറാണ് നമ്മൾ. അപ്പം അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ഇല്ല. അതാണ് കാര്യം. ഒരു ബാങ്ക് QR കറണ്ട് അക്കൗണ്ട് നൈറ്റ് സ്ട്രീം വരാൻ പറ ബ്രാവോ, ഇഷ്യൂ വിൽ ബി സോൾവ്. ബ്രോ ഇത് ഫണ്ട് റേസ് ചെയ്യാൻ അങ്ങനെ അതിന്റെ ആവശ്യം നമ്മൾ ഇതുവരെ അങ്ങനെ ആരോടും ഫണ്ടൊന്നും മേടിച്ചില്ല ബ്രോ. അത് നമുക്ക് താല്പര്യമില്ലാത്ത ഇതാണ്. അത് ഇപ്പൊ നിങ്ങളത് പറഞ്ഞത് നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങൾ ഈ സെർവർ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് അറിയാം. പക്ഷെ നമുക്ക് എന്താ പറയുക, പ്രോപ്പർ ഒരു നമുക്ക് തന്നെ ഒരു ഉറപ്പ് വരണം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. SRK മിസ്സിംഗ് അത് ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ ഒരു ഐഡി ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. SRK എവിടെയാണെന്നുള്ളത്. റോക്സ്റ്റാർ പറയുന്ന ഇഷ്യൂ കുറെ ഉണ്ട് ബ്രോ. അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നതാണ് ചൈൽഡിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റും സിറ്റി പാടില്ല. സ്കൂള്, അല്ല ഇനിയൊരു പെറ്റ്. അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, കുറേ വേറൊരു റൂൾസ് കാര്യം കൂടെ, ഉണ്ടാവും. അതൊക്കെ ചെയ്തിട്ട് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ വേറൊരു അപ്പ് കാര്യം ചെയ്യത്തുള്ളൂ. പറയാം. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു സെർവർ നമ്മൾ ഇനി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ വരുവാണെങ്കിൽ തന്നെ റൂൾസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇനി കുറേ വ്യത്യാസങ്ങളുണ്ടായിരിക്കും റൂളിൽ. പ്രോപ്പറായിട്ടുള്ള എന്താ പ്രോപ്പർ റൂള് എന്താ പറയുന്നത്, എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ പറയരുത് എന്താ അങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറയരുത്. കാരണം ഒരിക്കൽ പറ്റിയത് പിന്നെ പറ്റാൻ പാടില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ 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 ആയിരിക്കും ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ. നെക്സ്റ്റ് വാട്ടെന്നുള്ളത് അറിയില്ല ബ്രോ. ഇപ്പം ബ്രാവോ എണ്ണിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യട്ടെ. അറിയില്ല, മേ ബി. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, തോറ്റു കൊടുക്കില്ല എന്തായാലും നമ്മൾ. അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ വിട്ടിട്ട് നമ്മൾ പോകത്തില്ല. എന്തെങ്കിലും നമ്മൾ കൊണ്ടുവരും. സ്റ്റെപ്സർ ഒന്നും പറ്റില്ല. അതായത് CFX ഇപ്പം ഡൈനുവിന്റെ പേരിലുള്ളതായിരുന്നു CFX. ഡൈനാമിക് 6 എന്നായിരുന്നു അതിന്റെ പേര്. അപ്പൊ ഫുൾ ആ ഒരു ഫോറമാണ്, ആ ഒരു CFXC ആണ് ബാൻ ചെയ്തവർ. അതിനകത്താണ് നമുക്കൊരു CFXCയിൽ 3 കീ ആണ് കിട്ടുന്നത്. 3 കീ ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിലൊരു കീ നമ്മൾ മെയിൻ സിറ്റിക്കും, ഒരു കീ ടർഫിനും, ഒരു കീ ഡെവലപ്പിംഗ് സെർവറിനുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 3 കീയും പോയി. ഇനി നമ്മൾ അത് റീജനറേറ്റ് ചെയ്ത് വേറെ കീ ആക്കിയാലും. ഈഗോ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 50 കിക്സ് ബ്രോ. ഇനി നമ്മൾ വീണ്ടും റീജനറേറ്റ് ചെയ്തൊക്കെ നോക്കി, അപ്പൊ അത് വർക്ക് ചെയ്യത്തില്ല. ആ കീ പോയി.
ആംസി ബ്രോ താങ്ക് യു ബ്രോ. ഉം. ഇനി നെക്സ്റ്റ് സെർവർ വരുവാണെങ്കിൽ ചൈൽഡ് ബെഡി ഇല്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അടുത്ത സെർവർ നമ്മൾ ഇനി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ ഗൈസ്. അത് കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയില്ല. മേ ബി നോട്ട്, ഒരു 50-50 ചാൻസ് ആണ്. എന്തായിരിക്കും എന്നുള്ള ഒരു ഇത് പിന്നെ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. ഇനി അഥവാ നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെയും അതിനകത്ത് കിഡ്പെഡോ അല്ലെങ്കിൽ ഈ പോളിസി പ്രകാരം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ റൂൾസും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ വിട്ടുവീഴ്ച അല്ലെങ്കിൽ എന്താ പറയുക പാവം വിചാരിക്കുന്നവരില്ല. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ ബാക്കി കഴിഞ്ഞു. ഗ്യാങ് അല്ല അസെറ്റ്സ് ഒന്നും ഇതില് പോകത്തില്ല നമ്മൾ കേസ്. അതായത് ഗ്യാങ് ഹൗസ്, ഗ്യാങ് വെഹിക്കിള്, ഗ്യാങ് ഡ്രസ്സസ് അങ്ങനത്തെ അതൊന്നും സീനില്ല. കാരണം അതൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ കീഴിലോട്ട് ഈ പർട്ടിക്കുലർ ഗ്യാങ്ങിന്റെ വീണ്ടും നമ്മുടെ കീഴിലോട്ട് ആഡ് ചെയ്യിക്കാൻ പറ്റും. ഗ്യാങ് അസെറ്റ്സ് അത് ഒന്നും മേടിക്കാൻ പോകത്തില്ല. പറ്റുന്നല്ലേ ഉള്ളൂ. അതായത് ഇത് നമുക്ക് പോവാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗ്യാങ്ങിന്റെ അസെറ്റ്സ് ഒന്നും പോകത്തില്ല. അതുപോലെ നമ്മൾ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്ത മാപ്പിങ്സ്, ഇപ്പൊ നമ്മൾ കസ്റ്റമായിട്ട് ചെയ്ത സ്ക്രിപ്റ്റ്സ്, ഇതൊന്നും പോകത്തില്ല. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. അത് നമുക്ക് വേറെ കീഴിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇകബ്രോ താങ്ക് യു. നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ പെയ്ഡ് ആയിട്ട് അത് പർച്ചേസ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. റിപ്പോർട്ട് അടിച്ചത് ആരും ഗൈസ്, അതിപ്പം ആരാന്നും നമുക്ക് അവര് പറയത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആരാ ഞങ്ങളെ റിപ്പോർട്ട് അടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയത്തൊന്നുമില്ല. അല്ല ഇതിനു മുന്നേ നമ്മൾ 18+ ആക്കിയപ്പോ എല്ലാരും വന്ന് ചോദിച്ചു അവർക്കൊക്കെ ടാലന്റഡ് അല്ലേ, ഇങ്ങനല്ലേ ഇങ്ങനല്ലേ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള എന്നിട്ടും ഒരു പ്രശ്നമാണ് ഇത്. അതിനുള്ള പ്രശ്നമാണ് എന്നിട്ടും നമ്മള് ഇതേപോലത്തെ കുറെ കാര്യങ്ങള് ഇഷ്യൂ ഉണ്ട്. ഒരു ഉം, റിപ്പോർട്ട് വന്നാൽ അല്ല അത് സോൾഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ റോക്സ്റ്റാർ ആക്ഷൻ എടുക്കും. റോക്സ്റ്റാറിന് ഇത് ആയിരക്കണക്കിന് സെർവറിൽ ഒരു സെർവർ അത്രേ ഉള്ളൂ അവർക്ക്. അതായത് നമ്മള് ഇവിടെ പല ഡിസിഷനും എടുക്കുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും സ്ട്രിക്റ്റ് ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പ്രഷർ വരാറുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തിനാക്കുന്നു ഇങ്ങനെ ആക്കുന്നതെന്ന്. ആക്ച്വലി നമ്മുടെ അവസ്ഥ അതായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആക്കുന്നത്. എന്നിട്ടും നമ്മൾ റിസ്ക് എടുത്ത് പല കാര്യങ്ങളും നമ്മൾ മാറ്റി ബാക്കിയുള്ളവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ 80+ ആക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ 17+ ഗ്യാങ് ആക്കാവുന്നതിന് ശേഷം പിന്നെ 16 ഉള്ളവരെ കളിപ്പിക്കാൻ നേരെ നമ്മൾ തീരുമാനമാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഇഷ്യൂ വന്ന് 18+ ആക്കി. 18+ ആക്കിയപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. നമ്മള് നേരത്തെ തൊട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾക്ക് ഇത് ഫോളോ അപ്പ് ചെയ്തില്ല നമ്മുടെ സെർവറിന് ഇഷ്യൂ വരും എന്നുള്ളത്. പക്ഷെ അത് അന്ന് പലരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ഇപ്പം എല്ലാവർക്കും അത് മനസ്സിലായി കാണും. കാരണം വൺസ് ഒരു സെർവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്രൈവ് ചെയ്യാനോ പിന്നെ പറ്റില്ല. അത് പോയതാണ്. ചെയ്യാൻ പറ്റില്ല. ബ്രോ ഇതിലുള്ള പ്രശ്നം എന്താണ്, ഇത് ആരോ റിപ്പോർട്ട് ചെയ്തോട്ടെ, ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് എല്ലാ സെർവേഴ്സും ഇനി റൂൾ സ്ട്രിക്റ്റ് ആക്കും. ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അതിൽ ആ ഒരു ഗൈഡ് ലൈനിൽ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇനിയിപ്പം എല്ലാരും ലിമിറ്റഡ് ആവും. ഇല്ല ഇതിനകത്ത് അതൊക്കെ ഇനി എല്ലാരും സഹിക്കേണ്ടി വരും. ഇല്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എനിക്ക് DM വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവർക്കറിയില്ല, അവർക്ക് അറിയാത്തോണ്ട് ചോദിക്കുന്നത്. അതായത് വേറെ മല്ലു സർവീസ് ഉണ്ടല്ലോ, വേറെ സർവീസ് ഉണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതെന്ന്. പക്ഷെ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ മേ ബി ചിലപ്പം അവർക്ക് ഇനി ഇത് മോണിറ്റർ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം മേ ബി. അല്ലെങ്കിൽ ചിലപ്പം അവരുടെ പേരിൽ റിപ്പോർട്ട് പോയിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാനുള്ള കാരണം നമ്മൾ അത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും അത്രയും ഒരു പ്ലെയർ ബേസ് ഉള്ളതുകൊണ്ടുമാണ്. പിന്നെ നമുക്ക് സ്ട്രീമേഴ്സ് കൂടുതലാണ്. അത് ബാക്കി ഈ കാണുന്ന ഓഡിയൻസിനെ അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെർവറാണ് നമ്മൾ. മനസ്സിലായി. ഈ കിഡ്പെഡ് എന്ന് പറയുന്നത് മാനവളത്തിലല്ലേ കല്ലെറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അതന്നെ സിമ്പിൾ. ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കിഡ്പെഡ് ആയിട്ട് ഒരു സിറ്റിയിൽ ഒരാൾ കളിക്കുന്ന ആൾ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഏജിലുള്ള കാണുന്ന കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആ ഏജിലുള്ളവർ സെയിം ആ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഇത് 5 അല്ലെങ്കിൽ GTA 18+ ആക്കി വെച്ചിരിക്കുന്നത്. അല്ല സിമ്പിൾ ആയിട്ട് നമുക്കൊരു റോക്സൂട്ടൊക്കെ സെർവർ നമ്മള് ഞാനേ റോക്സൂട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റും ഗയ്സ്. റോക്സൂട്ട് ഒന്നും പ്രശ്നമില്ല. റോക്സൂട്ട് ബ്രോ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ അല്ല അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അത് സിമ്പിൾ ആയിട്ട് ഒരു സെർവർ തുടങ്ങാൻ ലീഗ് ഉപയോഗിച്ച് സെർവർ തുടങ്ങാനൊന്നും വലിയ പണിയൊന്നുമില്ല. പക്ഷെ നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഇതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളിലേ മുന്നോട്ട് പോകുന്നുള്ള ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത്. എന്നിട്ട് പോലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. ചാറ്റ് ബഗ് ആയതാണോ ഇല്ല? അതാരെങ്കിലും ഇതടിക്കുന്നുണ്ടോ ചാറ്റ്? പുതിയ സെർവറിന്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല ഗയ്സ്. പുതിയ സെർവറൊക്കെ മേ ബി ചിലപ്പോൾ മേ ബി ഇല്ല.
ഒരു ഐഡിയ ഇല്ല എന്താവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മൾ ഒരു 2 കൊല്ലത്തെ അത്രയും ബ്രാവോ എഫേർട്ടിലാണ് ഒറ്റ മിനിറ്റ് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്. സോ നമ്മള് അതൊന്ന് റിക്കവർ ആയി നമുക്ക് എന്ത് ചെയ്യാന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തട്ടെ. അപ്പൊ ഇപ്പോഴും നിങ്ങളൊന്ന് വെയിറ്റ് ആക്ച്വലി ചെയ്യും. നമ്മൾ ബ്ലാങ്ക് ആണ് കേസ്. ഇപ്പോഴും എനിക്ക് ഒരു ബോധം വന്നിട്ടില്ല. ഇത് നമുക്ക് ചിന്തിക്കാൻ ഒരു ഇത് വേണ്ടേ, അതും ഇല്ല ആക്ച്വലി. ഇന്നലെ അറിഞ്ഞപ്പോൾ തൊട്ട് ഒരു എന്തോ ബ്ലാങ്ക് ആണ്. എങ്ങനെ എന്ത് ചെയ്യും അറിയില്ല. എത്ര പേരെ ഫ്യൂച്ചറാണ് ഇപ്പം, എത്ര പേരെ ഫ്യൂച്ചർ. ഞാൻ ഇപ്പം ഇപ്പം സിറ്റിക്കകത്ത് തന്നെ പറയുന്നത് ഞാൻ ബ്രാവോ, പാക്കരനെ അങ്ങനെ ഇതുകൊണ്ട് മാത്രം സ്ട്രീം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല നിങ്ങളൊന്ന് പിന്നെ ചിന്തിച്ചാൽ മതി. നമ്മള് എപ്പം ലൈവ് വന്നാലും പറയുന്നത് വാട്ട് നെക്സ്റ്റ്, എന്താണ് ന്യൂ, എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്നാ പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുമ്പോഴാണ് സെർവർ മൊത്തത്തിൽ ഡൗൺ ആയി കിടക്കുന്നത് ഇപ്പൊ. ബ്രാവോ ഓക്കെ ആയിരിക്കും. ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പുള്ളി എനിക്കറിയത്തില്ല പുള്ളി എന്താ അങ്ങനെ. പുള്ളിക്ക് പുള്ളി ബ്ലാങ്ക് ആണ്, ഒന്നും പറയുന്നുമില്ല. ആപ്പാടെ ഡെസ്പാണ് പുള്ളി. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം, അതല്ലേ എനിക്ക് പറയാൻ പറ്റുന്നത്. ഞാൻ അല്ല പറഞ്ഞു അല്ല എന്തെങ്കിലും ബ്രോ, കൂടുണ്ട്. നമ്മള് ഒരു 2 ഇയറിന് മേലെ ഇതിന്റെ ബേക്കിലാണ് എല്ലാരും ഉള്ളത്. അല്ല ഈ ഞാൻ ഒരു ടീം ഇപ്പം നമുക്ക് തന്നെ അറിയാലോ. എല്ലാവർക്കും ഇഷ്യൂ ഉണ്ട്. ഡൈനും ആയാലും ആപ്പാടെ ഡെസ്പാണ്. വേറെ നമ്മളെ ഏറ്റവും കൂടുതൽ ഓൺ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പോളിസി എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഇത്ര എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും നമുക്കൊരു ഇങ്ങനെ വന്നല്ലോ എന്നുള്ളതാണ്. മനസ്സിലായോ? ഒരു വാല്യൂ ഇല്ലാതെ നമ്മൾ എടുത്ത് കളഞ്ഞു. എത്ര രൂപ, ഇത്ര നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ 18 വയസ്സാക്കിയപ്പോൾ പോലും നമ്മൾ ആ കിഡിന്റെ ആ പെറ്റ് സൈഡ് ചിന്തിച്ചില്ല എന്നുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതാണ്. ഒരു സാധനം നമ്മൾ റൂൾ കൊണ്ടുവരുമ്പോഴായാലും ഒരു സിറ്റിയിലെ സാധനം ആഡ് ചെയ്യുമ്പോൾ എല്ലാ സൈഡും നോക്കിയിട്ടൊക്കെ ആഡ് ചെയ്യുന്നത്. പക്ഷേ 18+ ഗെയിം അല്ലെ 18+ എന്ന് പറഞ്ഞ് ആക്കിയപ്പോൾ നമ്മൾ പെഡ് കാര്യം മാത്രം ആലോചിച്ചില്ല. പെഡ് കളിക്കുന്ന പ്ലേയേഴ്സിന്റെ ഏജ് മാത്രമേ ആലോചിച്ചുള്ളൂ. അല്ല പെഡ് എന്നുള്ള സംഭവം. ആ ടൈമില് നമ്മൾ ചിന്തിച്ചതേ പെഡ് കളിക്കുന്ന ആൾക്കാർ 18+ ആണ്. ആ അപ്പൊ ആ പെഡിന് ഇഷ്യൂ ഉണ്ടാകത്തില്ല, അത് ക്യാരക്ടർ ബേസ്ഡ് അല്ലേ എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. അത്രയാണ് ചിന്തിച്ചത്. പക്ഷെ അല്ല ഇനി പ്രശ്നം വെച്ചാൽ ഇനി കോംപ്രമൈസ് ഉണ്ടാകത്തില്ല പല കാര്യത്തിലും. ഇൻഷാല്ലാ ഇനി അങ്ങനെ നമ്മൾ സെർവർ കൊണ്ടുവരാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നിയാലും ഇതില്ല, നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. എന്താ പറയുന്നത്, ഭയങ്കര റൂഡായിട്ടൊക്കെ തോന്നുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സാധനത്തിന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ബ്രോ അപ്പീലൊക്കെ ചെയ്തു ബ്രോ. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഡൈനു ആണ് അപ്പീൽ ചെയ്യേണ്ടത്. ഡൈനു ആണ് സെർവറിന്റെ ഓണർ. മീൻ വൈ CFSന്റെ ഓണർ. അപ്പം ഡൈനു അത് ഈ മെയിൽ വന്നപ്പോൾ തന്നെ അപ്പീൽ ചെയ്തു. അപ്പീൽ ചെയ്തിട്ട് ഡൈനു ടിക്കറ്റ് റേസ് ഒക്കെ ചെയ്തു. പക്ഷേ നമ്മുടെ ടിക്കറ്റ് അവർ ക്ലോസ് ചെയ്തു. വേറെ ടിക്കറ്റ് റേസ് ഇപ്പോൾ അതിന് റെസ്പോൺസ് ഇല്ല. അതിന്റെ അർത്ഥം കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്, ഉറപ്പിച്ചോ എന്നുള്ള രീതിയാണ്. പിന്നെ എവിടെയോ ഒരു ഹോപ്പ് മേ ബി കിട്ടിയാലോ എന്നുള്ളൊരു ഇത്. റിപ്പോർട്ട് പോയേക്കുന്നത് അത്രയും പ്രോപ്പർ ആയിട്ടാണ് കാര്യങ്ങൾ. സെർവർ ഗൈഡൻസിനെ കുറിച്ചും റോക്സാന്റെ റൂൾസിനെ കുറിച്ചും ഒക്കെ കറക്റ്റായിട്ട് അറിവുള്ള ആളാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. റിപ്പോർട്ട് ചെയ്തൊന്നല്ല. അതുകൊണ്ടാണ് ഒരു വാണിംഗ് പോലും വരാണ്ട് ഈ സാധനം ഡയറക്റ്റ് അടിക്കാനുള്ള സാധനങ്ങൾ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്ഷൻ വന്നേക്കുന്നത്. ചൈൽഡ് പോയാൽ RP പറയും ബ്രോ RP ആണോ സിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിറ്റി എന്ന് പറയത്തുള്ളൂ. RP ബ്രോ സിറ്റി ഉണ്ടെങ്കിലേ RP ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി. ചൈൽഡ് അല്ല ഈ അതായത് പറഞ്ഞ ആളോട് ചോദിക്കാം. മറ്റേ അല്ല RP കുറയും. പണ്ടൊരു ഡയലോഗ് ഉണ്ട്, പണം കായ്ക്കുന്ന മരമായാലും മറ്റേ കൂരയ്ക്ക് മേളിൽ വന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയണം എന്നുള്ളതാണ്. എന്താന്ന് പറഞ്ഞാലും നമുക്ക് സിറ്റി കഴിഞ്ഞിട്ട് ഒരു RP കളിക്കണമെങ്കിൽ സെർവർ വേണ്ടേ? ബ്രൈറ്റ് ഫോക്സിന്റെ ഹസ്ബൻഡ് റോക്സ്റ്റാറിലാണോ? എലിയുടെ ഹസ്ബൻഡ് റോക്സ്റ്റാറിലാണോ വർക്ക് ചെയ്യുന്നത്? ആണോ ഓഫീസ് ബ്രോ? അറിയത്തില്ല. അപ്പൊ പണി ഉള്ളി നല്ല പുറത്തു നിന്നായിരിക്കാം മേ ബി. പറയാൻ പറ്റത്തില്ല. നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇത് ആരും ആകാം. അതായത് ഒരു ചാൻസ് നമ്മൾ തള്ളത്തില്ല. ആരും ആകാം. കൂടെയുള്ള ആളാന്ന് പോലും ചോദിച്ചാൽ അതും അല്ലാന്ന് പോലും നമ്മൾ പറയത്തില്ല. അറിയില്ല ഇതിനകത്ത്. അറിയില്ല ആര് എങ്ങനെ എവിടുന്ന് ഒന്നും ഒരു ഐഡിയ ഇല്ല.
റോക്സ്റ്റാറിന്റെ ചൈൽഡ് കമ്പനിയിലാണ്. ഓ അങ്ങനെയാണ്. റോക്സ്റ്റാർ ട്വീറ്റ് ചെയ്ത ഓഡിയൻസിന് റീട്വീറ്റ് ആക്കുമ്പോൾ അവരെ കാണും മേ ബി റെഡിയാവും. ബ്രാവോ ഓക്കെയാണെന്ന് വെച്ചാ ഓക്കെയാടാ. എടാ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം 2 വർഷം കൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുന്നെ സ്വരുക്കൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ മിനുക്കി എടുത്തോണ്ട് വന്ന ഒരു സാധനം ടക്കേന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാ എന്ത് ചെയ്യും? ആ ഒരു അവസ്ഥയാണ് എല്ലാവർക്കും. ആ ഷോക്ക് എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഇതിന്റെ പേരില് ഇടുന്ന എഫേർട്ട് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്കും മനസ്സിലാവത്തില്ല. ഇവൻ കളിക്കുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാവത്തില്ല.